നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പരേഡ്. സംസ്ഥാന പോലീസ് മേധാവി അഭിവാദ്യം സ്വീകരിച്ചു. കലോത്സവ വിജയികൾക്ക് അനുമോദനമായി തരംഗ് ചാലക്കുടി. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തും സമത സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൗൺസിലും സംയുക്തമായി MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. സെന്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2024-25 അധ്യയന വർഷം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. മാറുന്ന കാലത്തിനനുസൃതമായ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിശീലിക്കാനും ഉൾക്കൊള്ളാനും പുതിയ സേനാംഗങ്ങൾ പര്യാപ്തമാകണമെന്ന് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചു. തൃശൂർ IRB പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം MSP ബറ്റാലിയനിൽ നിന്ന് 21 പേരും SAP ബറ്റാലിയനിൽ നിന്ന് 43 പേരും KAP 1, 2, 3, 4, 5 ബറ്റാലിയനുകളിൽ നിന്ന് യഥാക്രമം 14, 12, 32, 15, 13 സേനാംഗങ്ങളുമാണ് സംയുക്ത പരേഡിൽ അണിനിരുന്നത്. 6 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ കേരള പോലീസിന്റെ ഭാഗമാകുന്നത്. സ്ത്രീ പുരുഷ വേർതിരിവ് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലിയാണ് പുതിയ റിക്രൂട്ടുകൾ സേനാംഗങ്ങളായത്. വിഷ്ണു മഹേന്ദ്ര പരേഡ് കമാൻഡറും S. നബീൽ ഷാ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറുമായിരുന്നു. സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നവകേരള സൃഷ്ടിക്കായി പോലീസിന്റെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവെ ദൃഢകൃത്യയെ അന്വർത്ഥമാക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ്, വെപ്പൺ ഹാൻഡ്ലിംഗ് ആൻഡ് ഡ്രിൽ, നീന്തൽ, ഫയറിംഗ് പ്രാക്ടീസ്, അൺആംഡ് കോമ്പാറ്റ്, യോഗ, ട്രാഫിക് ഡ്രിൽ, ലാത്തി ആൻഡ് ഷീൽഡ് ഡ്രിൽ എന്നീ വിഷയങ്ങളിൽ ഔട്ട്ഡോർ പരിശീലനവും അടിസ്ഥാന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അച്ചടക്കം, സ്ട്രെസ് മാനേജ്മെന്റ്, മുതിർന്ന ഓഫീസർമാരോടുള്ള പെരുമാറ്റം, മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിലെ വിവിധ വിഭാഗം ജീവനക്കാരുടെ ജോലിയും ഉത്തരവാദിത്തങ്ങളും, മോട്ടോർ വെഹിക്കിൾസ് ആക്ട്, ട്രാഫിക് അവയർനെസ് ക്ലാസുകൾ, KSR, വിവിധ നിയമസംഹിതകൾ, MACT നടപടിക്രമങ്ങൾ, വകുപ്പിൽ ഉപയോഗിക്കുന്ന ആധുനിക വാഹനങ്ങൾ എന്നീ വിഷയങ്ങളിൽ ഇൻഡോർ പരിശീലനവും നൽകി. ഇവയ്ക്ക് പുറമെ വിവിധ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഓടിക്കുന്നതിനും ഡിപ്പാർട്ട്മെന്റിലെ വിവിധ തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് വാഹനങ്ങളായ ക്രെയിൻ, റിക്കവറി വെഹിക്കിൾ, ബാഗേജ് സ്കാനർ, വരുൺ, വജ്ര എന്നിവ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും VVIP മോട്ടോർ കേഡ് വെഹിക്കിൾ മൂവ്മെന്റ് എന്നീ വിഷയങ്ങളിലും പ്രായോഗിക പരിശീലനവും നൽകി. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി ആദരിച്ചു. ബെസ്റ്റ് ഇൻഡോർ G. നവനീത് KAP 2, ബെസ്റ്റ് ഔട്ട്ഡോർ വിഷ്ണു മഹേന്ദ്ര KAP 3, ബെസ്റ്റ് ഷൂട്ടർ T. പ്രജീഷ് MSP, ബെസ്റ്റ് ഓൾറൗണ്ടർ വിഷ്ണു മഹേന്ദ്ര KAP 3. വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു കൂട്ടം യുവാക്കളെയാണ് ഈ പരിശീലനത്തിന് ശേഷം പൊതുജന സേവനത്തിനായി സേനയ്ക്ക് ലഭിക്കുന്നത്. പരിശീലനം നേടിയവരിൽ MTech യോഗ്യതയുള്ള 2 പേരും പോസ്റ്റ് ഗ്രാജുവേഷൻ യോഗ്യതയുള്ള 7 പേരും BTech യോഗ്യതയുള്ള 15 പേരും BEd ഉള്ള 2 പേരും 53 ബിരുദധാരികളും 16 ഡിപ്ലോമക്കാരും 15 ITIക്കാരും ഉൾപ്പെടും. ചടങ്ങിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIG R ആനന്ദ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് M ഹേമലത എന്നിവർ പങ്കെടുത്തു. ജനപ്രതിനിധികൾ, ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കി ഇന്ന ദിവസം സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പങ്കെടുത്ത 150ഓളം റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ പരേഡ് വളരെ ഗംഭീരമായിരുന്നു.
ഈ ചെറിയ കാലയളവിൽ ഇത്ര നല്ല പരേഡ് കാഴ്ചവെച്ചതിന് ഞാൻ ഓരോരാളും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ബുധനാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി, നാടൻപാട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. ജനുവരി 24 വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് പ്രത്യേക താന്ത്രിക പൂജകൾക്കു ശേഷം തിരുനട അടയ്ക്കും. അതോടെ നടതുറപ്പ് മഹോത്സവത്തിന് സമാപനമാകും. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആളൂർ ജംഗ്ഷനിലേക്ക് സാന്ത്വന പരിചരണത്തെ സംബന്ധിച്ച മുദ്രാവാക്യങ്ങൾ ഉയർത്തി റാലി സംഘടിപ്പിച്ചു. തുടർന്ന് ആളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിനയൻ MS സാന്ത്വന പരിചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ അല്ലി പ്ലാക്കൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫ്രഡ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, MLSPമാർ, പാലിയേറ്റീവ് കെയർ നഴ്സ്, ആശാപ്രവർത്തകർ എന്നിവരടങ്ങിയ സംഘം ജാഥയിൽ പങ്കെടുത്തു. പദം എല്ലാവർക്കും സുപരിചിതമാണ്. എങ്ങനെയാണ് ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്, വളരെ അർത്ഥവത്താവുന്നത് എന്ന് വെച്ചാൽ, പാലിയം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അറിയുന്നവർ കുറേ പേര് ഇതിലുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതപ്പിക്കുന്ന ഒരു കോട്ട്, അല്ലെങ്കിൽ തണുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പുതയ്ക്കാൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 3ാം തവണയും A ഗ്രേഡ് നേടിയ സ്നേഹ മനീഷ് കഥാപ്രസംഗം, ഭരത് നാരായൺ വയലിൻ, പൗരസ്ത്യം, ദേവനാരായണൻ ശാസ്ത്രീയ സംഗീതം എന്നിവരെ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് അവരുടെ വസതിയിൽ ചെന്ന് അനുമോദിച്ചു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ഗായകൻ സുധീഷ് ചാലക്കുടി ഉപഹാരം സമ്മാനിച്ചു. സുഭാഷ് വെള്ളാഞ്ചിറ, മനീഷ് തോമസ്, ചിന്മയ് മനീഷ്, സ്മിത ലക്ഷ്മി, ഗൗതം നാരായൺ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഈ ഒരു കാര്യമാണ് നമുക്ക് ചാലക്കുടിക്കാർക്ക് നേടി വന്നിട്ടുള്ളത്. കാരണം ഇനിയും ഒരുപാട് കലാകാരന്മാർ, പക്ഷെ ഇത് ഇങ്ങനത്തെ വേദികളിൽ അവരുടെ കഴിവ് കാണിച്ചിങ്ങനെ സമ്മാനം നേടാവുന്നത് ഭയങ്കര എന്താ പറയാ, വാക്കുകളില്ല പറയാനായിട്ട്. അപ്പോൾ എന്റെ എല്ലാവിധ ആശംസകളും ഈ കുടുംബത്തിനും, അതായത് ഇത്രയും സംഗീതം പറയേണ്ടത്. കാരണം 3 വർഷമായിട്ട് തുടർച്ചയായി കഥാപ്രസംഗത്തില് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടുക, A ഗ്രേഡ് നേടുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. ചാലക്കുടിയെ സംബന്ധിച്ചുള്ള കഥാപ്രസംഗത്തിൽ വേരുകളില്ലാത്ത നാടാണ് ചാലക്കുടി. ചാലക്കുടി നാടകത്തിന് നാടാണ്. പക്ഷെ ഇവിടെ നിന്ന് കഥാപ്രസംഗ വേദിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരിയായിട്ട് മാറിയതിൽ ഒരുപാട് ഞങ്ങൾക്ക് സ്നേഹ മനീഷിനോട് ഒരുപാട് ഞങ്ങളുടെ ചാലക്കുടിക്കാരൻ കലാകാരന്മാർക്ക് ഒരുപാട് സന്തോഷം ഈ വേളയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ചങ്ങമ്പുഴയ്ക്ക് ശേഷം ആബാല വൃദ്ധ ജനങ്ങൾക്കിടയിൽ ഇത്രയേറെ ജനകീയ സ്വീകാര്യത ലഭിച്ചത് എഴുത്തുകാരൻ MTക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പ്രശസ്ത എഴുത്തുകാരനും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരൻ എന്ന നിലയിൽ ഉള്ള അന്തസ്സ് എക്കാലവും ഉയർത്തിപ്പിടിച്ച സാഹിത്യകാരനാണ് MT എന്നും അശോകൻ ചെരുവിൽ പറഞ്ഞു. കൊരട്ടി പഞ്ചായത്തും സമത സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി കൊരട്ടിയിൽ സംഘടിപ്പിച്ച MT വാസുദേവൻ നായർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. MT എന്ന സംവിധായകൻ എന്ന വിഷയത്തിൽ പ്രശസ്ത നിരൂപകൻ CS വെങ്കടേശ്വരനും MT എന്ന തിരക്കഥാകൃത്ത് എന്ന വിഷയത്തിൽ പ്രൊഫസർ വത്സലൻ വാതുശ്ശേരിയും പ്രഭാഷണം നടത്തി. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി CD പോൾസൺ, I ബാലഗോപാൽ, ശ്രീജ വിധു, ജയരാജ് ആറ്റപ്പാടം, PS മനോജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകൻ കലാഭവൻ ഡെൻസൺ നേതൃത്വം നൽകിയ MT വാസുദേവൻ നായരുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലിയും ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു സാഹിത്യപ്രതിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം MT ആണ് അങ്ങനെ ഒരു ജനകീയ അംഗീകാരം നേടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജനകീയ അംഗീകാരം എന്ന് പറയുമ്പോൾ കൂടുതൽ വായനക്കാരുണ്ടാവുക, കൂടുതൽ ആളുകൾ വായിക്കുക, കൂടുതൽ ആളുകൾ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് സാഹിത്യത്തിലും സംസ്കാരത്തിലും സൗന്ദര്യശാസ്ത്രത്തിലൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അത് ഒരു കൃതിയുടെ മേന്മയാകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാകണമെന്നൊന്നുമില്ല. ആ ഭാവുകത്വം മെല്ലെ മെല്ലെ പിൻവാങ്ങിയത് ഇതിനെ പറ്റിയുള്ളൊരു പഠനമാണ്. അതുകൊണ്ട് MTയുടെ തിരക്കഥകളൊക്കെ കുറച്ചു കാലം വേണ്ടി ഞാൻ വായിക്കുന്നുണ്ട്. മാത്രമല്ല തിരക്കഥ എന്ന് പറയുന്നത് ഞങ്ങളുടെ സർവകലാശാലകളിലൊക്കെ ഇപ്പോൾ പഠന വിഷയവുമാണ്. കൊടകര കോടാലി വെള്ളിക്കുളങ്ങര റോഡിന്റെ ഓവർലേ പ്രവൃത്തികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ KK രാമചന്ദ്രൻ MLA സന്ദർശനം നടത്തി. 1,20,00,000 രൂപയാണ് ഓവർലേ പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB തുടങ്ങിയ ജനപ്രതിനിധികൾ MLAക്കൊപ്പം ഉണ്ടായിരുന്നു.
സെന്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2024-25 അധ്യയന വർഷം ആരംഭിച്ചു. സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളിലായി വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചു. അസോസിയേറ്റ് ഡയറക്ടർ റവറൻ ഫാദർ മനോജ് മേക്കാടത്ത് സ്വാഗതം അരുളിയ ചടങ്ങിൽ വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു. ലബോറട്ടറി അസർ കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് മിസ്റ്റർ സുഗീഷ് പി മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സി ജീന, FHGS, ഡോക്ടർ ലിസ് അഗസ്റ്റിൻ, ഡോക്ടർ ജൈജു ജെയിംസ് കുരുവിള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മിസ് റിയ ലോറൻസ് ഏവർക്കും നന്ദി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7340 രൂപ, പവന് 58,720 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 150 കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പരേഡ്. സംസ്ഥാന പോലീസ് മേധാവി അഭിവാദ്യം സ്വീകരിച്ചു. കലോത്സവ വിജയികൾക്ക് അനുമോദനമായി തരംഗ് ചാലക്കുടി. ലോക പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ആളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തും സമത സാംസ്കാരിക വേദിയും താലൂക്ക് ലൈബ്രറി കൌൺസിലും സംയുക്തമായി MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. സെന്റ് ജെയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസിൽ കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2024-25 അധ്യയന വർഷം ആരംഭിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.